ഷിരൂരിൽ തേർഡ് റേറ്റ് ജേർണലിസം എന്ന രൂക്ഷ വിമർശനം നടത്തി മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി. മറ്റൊന്ന്, മലയാള മാധ്യമരെ കൂട്ടമായി ഓടിച്ചുവിടാൻ കാരണം പുറത്ത്. റിപ്പോർട്ടർ ചാനലിന്റെ മൊട്ടാരുണിനെ സംഭവ സ്ഥലത്ത് നിന്ന് ഓടിച്ചു. പുഴയ്ക്ക് അക്കരെ പോയി ക്യാമറ സൂം ചെയ്ത വീണ്ടും ശല്യക്കാരനാകുന്നു എന്ന സോഷ്യൽ മീഡിയ വിമർശനം. ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ മാമ കച്ചവടവും മത്സരവുമാക്കിയത് റിപ്പോർട്ടറായിരുന്നു. ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, മനോരമ, മാതൃഭൂമി എല്ലാം ദുരന്ത ഭൂമിയിൽ പക്വത കാട്ടി. റിപ്പോർട്ടറുടെ വൈറലാകാനുള്ള കൊതി മാധ്യമ പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് തുരത്താൻ കാരണമായി എന്ന് മാത്രമല്ല, സംഭവം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം മറ്റു മാധ്യമങ്ങൾക്ക് ഇല്ലാതെയുമാക്കി. മനുഷ്യൻ ഇല്ലാതാകുന്ന ദുരന്തമുഖത്തും വാർത്ത വൈറൽ രോഗികൾ. ഇപ്പോൾ കൃത്യമായ സൂചനകൾ നൽകിയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി. വൈകാരികതയും ഡോഗ് ഷോയും സമാസമം അരച്ചു ചേർത്ത കേരള മോഡൽ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഒരു അത്യാഹിതം മുൻനിർത്തി ഡോഗ് ഷോ കാണിച്ചു. റെസ്ക്യൂ ഓപ്പറേറ്റർ ആണ് താൻ എന്ന വീമ്പ് പറച്ചിൽ അപ്പാടെ ഒപ്പിയെടുത്ത തേർഡ് റേറ്റ് ജേർണലിസം എന്ന് മഞ്ജു കുറ്റപ്പെടുത്തി. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അഞ്ജുവിന്റെ: വൈകാരികതയും ഡോഗ് ഷോയും സമാസമം അരച്ചു ചേർത്ത കേരള മോഡൽ രക്ഷാപ്രവർത്തനം കൊണ്ടുണ്ടായ ഏക ഫലം 3-4 ദിവസം കൊണ്ട് കണ്ടെത്തുമായിരുന്ന ട്രക്ക് 9 ദിവസം വൈകി കണ്ടെത്തിയെന്നതാണ്. സത്യത്തിൽ ചോദ്യം ചെയ്യേണ്ടത് സെന്റിമെന്റ് ഇറക്കി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഗതി തിരിച്ചുവിട്ട 3-4 പഹയന്മാരെയും അവർ പറയുന്നത് അപ്പാടെ വിഴുങ്ങിയ മാപ്രകളെയുമാണ്. അതിനിടയിൽ പുഴുങ്ങിയെടുത്ത രാഷ്ട്രീയ ട്രപ്പീസ് കളികളും. അപ്പോൾ ആ GPS ഫോൺ ഓൺ സംഗതികളൊക്കെ എന്തിനായിരുന്നു? ഈ ട്രക്ക് കണ്ടെത്താൻ വൈകിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. വൈകാരികമായി തകർന്നു നിന്ന ആ കുടുംബത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതും കരയിൽ തന്നെ ട്രക്ക് ഉണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വസിപ്പിച്ചതും അതിന്റെ പേരിൽ അവരെ കൊണ്ട് കർണാടക സർക്കാരിനെയും ഇന്ത്യയും ആർമിയും തള്ളിപ്പറയിപ്പിച്ചത് എന്തിന്? ആർക്ക് വേണ്ടി? നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. ഒരു അത്യാഹിതം മുൻനിർത്തി ഡോഗ് ഷോ കാണിച്ചു പേരെടുക്കാൻ വന്നവന്മാരുടെ പേക്കൂത്ത് കാരണം അവർക്ക് സംഭവിച്ചത് നഷ്ടങ്ങൾ മാത്രം. ഇന്നലെ കൂടി ഇസ്രായേലി ആവർത്തിച്ചു പറഞ്ഞത് ട്രക്ക് കരയിലുണ്ട്, ഡ്രിൽ ചെയ്താൽ കണ്ടെടുക്കാൻ കഴിയും എന്നൊക്കെയല്ലേ. ഇന്ത്യൻ ആർമി NDRFനേക്കാളും മുന്നിൽ നിൽക്കുന്ന റെസ്ക്യൂ ഓപ്പറേറ്ററാണ് താൻ എന്ന് വീമ്പ് പറച്ചിൽ അപ്പാടെ ഒപ്പിയെടുത്ത തേർഡ് റേറ്റ് ജേർണലിസം. ധീരപ്പട്ടാളക്കാർ വന്നപ്പോൾ അവരെ കളിയാക്കി. ഒടുവിൽ നേവി, കരസേന അർജുനെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ട് എല്ലാം കഴിഞ്ഞാണ് നമ്മുടെ സൈന്യത്തെ വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ധീര പട്ടാളക്കാർ വന്നപ്പോൾ അവരെ കളിയാക്കി. കയ്യിലൊന്നുമില്ലേ, ഒരു തൂമ്പായെങ്കിലും കൊണ്ടുവരാമായിരുന്നില്ലേ? ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയത് ഇന്ത്യൻ പട്ടാളം, നേവിയുടെ മുങ്ങൽ സംഘം. ജീവൻ വില കൊടുത്തും 15 മീറ്റർ ആഴത്തിൽ അങ്കോല പുഴയിൽ ജോലി ചെയ്യുന്നു. അങ്കോലയിൽ തിരച്ചിലിനിടെ അർജുന്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിലും പ്രദേശത്തെ തിരച്ചിൽ ദുഷ്കരമാക്കിക്കൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുന്നു. മഴ അതിശക്തം. കൂടാതെ നദിയിലെ അടിയൊഴുക്കും ശക്തമായി തുടരുകയാണ്. പ്രദേശത്ത് വെളിച്ചം കുറവായതിനാലും ഇരുട്ട് മൂലം ഇപ്പോൾ ഇന്ത്യൻ സൈന്യം കരയ്ക്ക് കയറി. ഇങ്ങനെ കരയ്ക്ക് കയറിയതിനും അവരെ ഇനി തെറി പറയരുത്. കാരണം വെളിച്ചമെങ്കിലും അവിടെ തിരയാൻ ഏർപ്പാട് ചെയ്യേണ്ടത് സംസ്ഥാന അധികാരികളാണ്. കേരള മോഡൽ 2018 കൊന്നത് 450 പേര്. ചരിത്രം മറക്കാനുള്ളതല്ല. 2018 കേരളം ഡാം തുറന്നു വിട്ട ഹിറ്റ്ലറെ പോലെ കൊന്നത് 250 പേരെ. നമ്മൾ ഒന്നോർക്കണം, 2018 മഹാപ്രളയം. അന്ന് രാത്രി ഇന്നത്തെ മന്ത്രി സജി ചെറിയാൻ രാത്രി കിടന്നലറി കരഞ്ഞു സൈന്യത്തെ വിളിക്കൂ. സജി ചെറിയാൻ വലിയ ശബ്ദത്തിൽ നിലവിളിച്ചു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ വെള്ളത്തിനടിയിലാണ്. സൈന്യം ഉടൻ വരണം. എന്നിട്ട് എന്തുണ്ടായി? പിണറായി സൈന്യത്തെ വിളിച്ചില്ല. വെള്ളത്തിനടിയിലായവരെ രക്ഷിക്കാൻ കേരള സർക്കാരിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. 450 പേരാണ് മരിച്ചത്. 2-3 ദിവസം കഴിഞ്ഞിട്ടും സൈന്യം ഇതെല്ലാം കണ്ട് നിസ്സഹായരായിരുന്നു. കാരണം സൈന്യം ഇറങ്ങണമെങ്കിൽ സംസ്ഥാനം പറയണം, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം വരണം. അന്ന് പിണറായി സൈന്യത്തെ നേരത്തെ വിളിച്ചിരുന്നുവെങ്കിൽ 100 കണക്കിന് അർജുനന്മാരെ രക്ഷിക്കാമായിരുന്നു. സജി ചെറിയാന്റെ നിലവിളി കേട്ടായിരുന്നുവെങ്കിൽ മരണങ്ങൾ കുറയ്ക്കാമായിരുന്നു. അങ്ങനെ അന്നും ഇപ്പോൾ ഷിരൂരിലെ പോലെ 4ാമത് ദിവസമാണ് കേരളത്തിൽ സൈന്യം വന്നത്. അവർ ഹെലികോപ്റ്ററും ബോട്ടും സർവ്വസന്നാഹങ്ങളുമായി ജനത്തെ രക്ഷിച്ചു. സൈന്യം വന്ന ശേഷം ഒരു മരണം പോലും ഉണ്ടായില്ല. എന്നാൽ അവർ വരും മുമ്പുള്ള 3 ദിവസം 450 പേരെയാണ് ഡാം തുറന്നുവിട്ട് പച്ചക്കില്ലാതാക്കിയത്. ഇപ്പോൾ സമാനമാണ് ഷിരൂരിൽ. അന്ന് പിണറായി എങ്കിൽ ഇന്ന് സിദ്ധരാമയ്യ എന്നേ ഉള്ളൂ. പാർട്ടി ഏതായാലും എന്ത്, ഭരണം ആരുടേതായാലും എന്ത്, മനുഷ്യൻ രക്ഷപ്പെടണം.